ഹായ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് തന്നെ എന്താണ് സ്വാതന്ത്ര്യം എന്നൊരു നിർവചനം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ കൺട്രോളിലല്ലാതെ ജീവിക്കാനുള്ള കഴിവിനെ, എബിലിറ്റിയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തന്നെയും ഈ സ്വാതന്ത്ര്യത്തിന് പല സബ് ഡിവിഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി, അതുപോലെ ഫിനാൻഷ്യലി, സോഷ്യലി, സ്പിരിച്വലി, ഇങ്ങനെ പലതരത്തിൽ സ്വാതന്ത്ര്യം വ്യക്തികൾക്കുണ്ട്. ഇതിൽ ഓരോന്നിനെയും നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഫ്രീഡം എന്നതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനോ നമുക്ക് ജീവിക്കാനോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചുറ്റുപാടിൽ കഴിയാനോ ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഫിസിക്കലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി മെൻ്റൽ ഫ്രീഡം ആണെങ്കിലോ, ഒരു മനുഷ്യന് അയാളുടെ ഇഷ്ടപ്പെട്ട കാഴ്ചപ്പാടുകളിലും പെർസെപ്ഷനിലും വിശ്വാസങ്ങളിലും ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആളുടെ മെൻ്റൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മനസ്സുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഫ്രീഡം എന്നതും. ഒരു വ്യക്തിക്ക് അയാളുടെ ഇമോഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ, അയാളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡമാണ് ഇമോഷണൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇതിനൊക്കെ തന്നെയും നമുക്കൊരു അതിർവരമ്പ് നിർവചിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് അതിർവരമ്പുകളും നിശ്ചയിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു സ്റ്റെബിലിറ്റിയും അർത്ഥവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് നമ്മൾ സോഷ്യൽ ഫ്രീഡം എന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികമായിട്ട് ഒരു വ്യക്തിക്ക് ഇടപഴകാനുള്ള സ്വാതന്ത്ര്യമാണ്. സാമൂഹികം എന്ന വാക്ക് അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അവിടെ ഉണ്ട്. അതായത് മനുഷ്യർ സമൂഹമായിട്ട് ജീവിക്കുന്ന കാലം മുതലേ മനുഷ്യരുടെ വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക സ്വാതന്ത്ര്യമൊക്കെ നിർവചിക്കപ്പെട്ട കാര്യമാണ്. ഒരു വ്യക്തിക്ക് വളരാനും അയാളുടെ ചുറ്റുപാടിൽ ജീവിക്കാനും ആവശ്യമായിട്ടുള്ള അയാളുടെ സ്വാതന്ത്ര്യങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സാമൂഹിക സ്വാതന്ത്ര്യം. അതായത് ഇതുപോലുള്ള വ്യക്തികൾക്ക് പരസ്പരം ഇടപഴകി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു വ്യക്തിയുടെ പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ പലതും നമുക്ക് സാമൂഹികമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതും അതുപോലെ ഒരു സമൂഹത്തിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതിൻ്റേതായ മൂല്യത്തോടു കൂടി ഒരു സമൂഹത്തിനും അവകാശപ്പെട്ടത് തന്നെയാണ്. അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഫ്രീഡവും ഇമോഷണൽ ഫ്രീഡവും മെൻ്റൽ ഫ്രീഡവും അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡവും എല്ലാം തന്നെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ, ഇങ്ങനെ വ്യക്തികൾ ചേരുന്ന സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാലൻസിങ് ആണ് ആ സമൂഹത്തെ നിലനിന്ന് പോകാൻ സഹായിക്കുന്നത്. എങ്ങനെയെന്നല്ലേ, നമുക്ക് ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ എടുക്കാം. ഈ വ്യക്തിയുടെ ഫിസിക്കൽ ഫ്രീഡത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന പൈസ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ ചിലവഴിക്കുകയും ചെയ്യുന്നു. ഇനി മാനസികമായിട്ട് അയാളുടെ സ്വാതന്ത്ര്യം എന്നത് തന്നെ അയാളുടെ ഇഷ്ടപ്പെട്ട മൂല്യങ്ങൾ വെച്ച് പുലർത്താനും അതുപോലെ അയാളുടെ ഇഷ്ടമുള്ള കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ ജീവിതത്തെ നോക്കിക്കാണാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഇമോഷണലി അയാൾ സ്വതന്ത്രനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അയാൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതും അയാളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ്. ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ അയാൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അയാളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അയാൾക്ക് ആ ഒരു സമൂഹം ആവശ്യമായിട്ടും ഉണ്ട്. അതായത് അയാളുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യുവാനും ഇഷ്ടമുള്ള രീതിയിൽ അയാൾ സമ്പാദിക്കുന്ന പൈസ ചെലവഴിക്കുവാനും അതിനിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനും അതുപോലെ അയാളുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇമോഷണലി ആൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സീക്കാനുമുള്ള ഫ്രീഡം അയാൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് സ്പിരിച്വലിയും. ആ വ്യക്തിയുടെ മൂല്യങ്ങളും ആ വ്യക്തിയുടെ വിശ്വാസങ്ങളും എല്ലാം എക്സ്ട്രാക്ട് ചെയ്താണ് അയാളുടെ സ്പിരിച്വാലിറ്റി ഇരിക്കുന്നത്. ഇങ്ങനെ ഒന്നിലേറെ മനുഷ്യർ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുമ്പോഴാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സമൂഹം അവിടെ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഹെൽത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമല്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ കൂടിയാണ് സമൂഹം ആരോഗ്യകരമായിട്ട് മാറുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് വിരൽ ചൂണ്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് അന്യൻ്റെ മൂക്കിൻ്റെ മുട്ടാൻ സ്വാതന്ത്ര്യമില്ല. അവിടെ മുതൽ മറ്റൊരാളുടെ സ്പേസ് ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് രൂപപ്പെട്ട സമൂഹത്തിൽ മനുഷ്യർക്ക് അതെല്ലാം ബാലൻസ് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. ഈ ഒരു ബാലൻസിങ് തന്നെയാണ് ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ആധാരമാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബാലൻസ് പോകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അയാളുടെ പല സ്വാതന്ത്ര്യങ്ങളും നേടാൻ കഴിയാതെ വരുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും മാനസികമായിട്ടും സ്പിരിച്വലായിട്ടും
സോഷ്യലായിട്ടും അങ്ങനെ പല രീതിയിലുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളുടെ കൺട്രോളിൽ ജീവിക്കേണ്ടി വരുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വയം സന്തോഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കാനോ ഒരിക്കലും കഴിയുകയില്ല. ഇതാദ്യം തന്നെ ഒരു കുടുംബത്തിലെ ഇംബാലൻസ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ പല പല കുടുംബങ്ങളിലുള്ള ഇംബാലൻസ് എല്ലാം ചേർന്നിട്ടാണ് സമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ള വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാറ്റം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഇമ്പം ഉണ്ടാകണമെങ്കിൽ അവിടെ എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് ഏതൊക്കെ വിധേനയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഓരോ സ്വാതന്ത്ര്യവും മറ്റൊന്നുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വ്യക്തിത്വമുള്ള ആളായിട്ട് മാറി അയാളുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. അതിന് അയാളുടെ കുടുംബം തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്പേസ് ഉണ്ടാക്കി എടുക്കേണ്ടത് വ്യക്തിയുടെ ചുമതല തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലുള്ള സെൽഫ് കെയർ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക.